സ്വർണ്ണ ഖനന നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ്, പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് എന്നിവ റെക്കോർഡിക് സ്വർണം, ചെമ്പ് ഖനന പദ്ധതിയിലെ നിക്ഷേപം $1.25 ബില്യൺ വർദ്ധിപ്പിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. പാകിസ്ഥാൻ മിനറൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴി പദ്ധതിയിലെ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഓഹരികളാണ് OGDCLും PPLും സ്വന്തമാക്കിയിരിക്കുന്നത്. ഇരു കമ്പനികളുടെയും ഓഹരി വിഹിതം 8.33%. നേരത്തെയും ഖനന മേഖലയിൽ വലിയ നിക്ഷേപം ഇവർ നടത്തിയിരുന്നു. സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നീക്കമെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ചൊവ്വാഴ്ച ഫെഡറൽ മന്ത്രിസഭയുടെ സാമ്പത്തിക ഏകോപന സമിതി റെക്കോ ഡിക് പദ്ധതിയെക്കുറിച്ചും അതിന്റെ മൊത്തത്തിലുള്ള വികസന പദ്ധതിയിലെ മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തമാക്കിയതായാണ് പാക് സർക്കാരിലെ ധനകാര്യ വിഭാഗം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. റെക്കോർഡിക് പദ്ധതിയെക്കുറിച്ചും അതിന്റെ മൊത്തത്തിലുള്ള വികസന പദ്ധതിയിലും അനുബന്ധ സാമ്പത്തിക പ്രതിബദ്ധതകളിലും വരുത്തിയ മാറ്റങ്ങളും ശേഷി, ഊർജ മിശ്രിതം, ബദൽ ജലവിതരണ ഓപ്ഷനുകൾ, നവീകരിച്ച സംസ്കരണ പ്ലാന്റുകൾ, യന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പദ്ധതി ധനകാര്യ പരിഗണനയെക്കുറിച്ചും വകുപ്പ് വിശദീകരിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. വലിയ തോതിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഉൽപാദനമില്ലാത്ത ഖനി കൂടിയാണ് റെക്കോർഡിക്. കനേഡിയൻ ഖനന സ്ഥാപനമായ ബാരിക് ഗോൾഡ് കോർപ്പറേഷന്റെയും പാകിസ്ഥാൻ സർക്കാരിന്റെയും സംയുക്തമായ ഉടമസ്ഥതയിലാണ് ഈ ഖനി സ്ഥിതി ചെയ്യുന്നത്. റെക്കോർഡിക് പദ്ധതിയുടെ മൊത്തം ഓഹരി പങ്കാളിത്തത്തിൽ 25% ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാരിനാണ്. 50% പദ്ധതിയുടെ നടത്തിപ്പുകാരായ ബാരിക് ഗോൾഡ് കോർപ്പറേഷനും കൈവശം വെച്ചിരിക്കുന്നുണ്ട്. ഖനിക്ക് 37 വർഷത്തെ ഖനന ആയുസ്സുണ്ട്. 13.1% ടൺ ചെമ്പും 17.9% ഔൺസ് സ്വർണവും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ഘട്ടങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. ആദ്യഘട്ടത്തിൽ $5.6 ബില്യൺ മൂലധന വിഹിതവും കണക്കാക്കും. രണ്ടാം ഘട്ടത്തിൽ ധനസഹായം നൽകുന്നതിനാൽ പദ്ധതിയിൽ നിന്നുള്ള വരുമാനം, അധിക പദ്ധതി ധനസഹായം, ആവശ്യമെങ്കിൽ ഓഹരി ഉടമകളുടെ സംഭാവനകൾ എന്നിവ ഉൾപ്പെടുത്താനാണ് ഊർജ കമ്പനികൾ പദ്ധതിയിട്ടിരിക്കുന്നത്. അതേസമയം $10 കോടി സൗദി അറേബ്യ പാകിസ്ഥാനിലെ റെക്കോർഡിക് ഖനന മേഖലയിൽ നിക്ഷേപിച്ചേക്കുമെന്ന് നേരത്തെ സൗദി മന്ത്രി ബാന്ദർ പറഞ്ഞിരുന്നു. ഖനികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് പ്രധാനമായും ഈ തുക ചെലവഴിക്കുക. സൗദിയിലെ ഖനന കമ്പനിയായ മനാറ മിനറൽസ് വഴി നിക്ഷേപം നടത്താനായിരുന്നു തീരുമാനം. സൗദിയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെയും ഖനന കമ്പനിയായ മഅദിന്റെയും സംയുക്ത സംരംഭമാണ് മനാറ മിനറൽസ്. എന്നാൽ ഇതിനിടയിലാണ് OGDCLും PPLും റെക്കോർഡിക്കിൽ നിക്ഷേപം നടത്തുന്നത്. ഇതോടെ സൗദിയുടെ നിക്ഷേപം ഉണ്ടാകുമോ എന്നത് സംശയകരമാണ്. അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ അന്റോക്കിൽ ഏകദേശം 700 ബില്യൺ പാകിസ്ഥാൻ രൂപയുടെ സ്വർണ്ണശേഖരം കണ്ടെത്തിയെന്ന് അടുത്തിടെ ഖനന മന്ത്രി ഷേർ അലി ഗോർച്ചാനി അറിയിച്ചിരുന്നു. പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അറ്റോക്കിലെ 32 കിലോമീറ്റർ പ്രദേശത്ത് ഏകദേശം 2.8 ദശലക്ഷം ടോളർ സ്വർണം ഉണ്ടെന്നും നിലവിലെ വിപണികൾ വിലകൾ അനുസരിച്ച് ഇതിന് ഏകദേശം 600 തൊട്ട് 700 ബില്യൺ രൂപ വില വരുമെന്നുമാണ് മന്ത്രിയുടെ അവകാശവാദം.